സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ഫ്ലാഷ് ബാക്ക്. ഇന്ന് കുറച്ച് ആവേശം കൂടുതലുണ്ടാവും, കാരണം ഇന്നലെ സ്റ്റാർ സിംഗറിന്റെ എപ്പിസോഡ് വന്നിട്ടുണ്ട്. അഴിഞ്ഞാട്ടായിരുന്നു. ശരിക്കും അഴിഞ്ഞാടിയത് നമ്മുടെ നെവിനും അനുമോളുമാണ്. ചിലരുടെ ആവശ്യമാണല്ലോ എന്ത്, ഇത് പി ആർ ആണ് എന്നൊക്കെ. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അതൊന്നല്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പി ആർ ഇല്ലാത്ത ആൾക്കാരല്ല പിടിച്ചത്, പി ആർ ഉള്ള ആൾക്കാർ തന്നെ വേണം കണ്ടന്റ് വരണമെങ്കിൽ. ബാക്കി പറ. നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഒരു ഇഷ്ട വിഭവമാണ് ഈ ക്രീം ബണ്ണ്. അത് കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് ഒരു തീറ്റ മത്സരം ഉണ്ടായിരുന്നു. അതൊരു 1.5 ഐറ്റം ആയിരുന്നു കേട്ടോ. അവിടെയാണ് എനിക്ക് തോന്നി അവിടെ നെവിൻ അങ്ങോട്ട് തൂക്കി. എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം. 1 മുതൽ 7 സീസണില് ഫുഡ് കഴിക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഏറ്റവും വലിയ തീറ്റ അത് നെവിനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോവോ? ആ സ്ഥലത്തേക്ക്, ആ നരകത്തിലേക്ക് ആർക്കെങ്കിലും പോകാനൊക്കെ. അപ്പൊ ആ ആളോടാണ് അനുമോള് ഫുഡ് കഴിച്ച് മുട്ടുന്നത്. മനസ്സിലായില്ലേ? അതും നിക്കണ്ട സാറേ, നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല കുമാര. പോയാ ഈ വക വെടിക്കെട്ടുമായിട്ട് അയാൾ പുറകെ വരും. എല്ലാവരും ഓരോരുടെ നിങ്ങൾ ജയിച്ചു കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഞാൻ അത് കുടുങ്ങൂട്ടോ. ദേവൻ നിസ്സാരക്കാരനല്ല. ഒടുക്കം താൻ തലച്ചോറെന്നും പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഈ ചകിരിച്ചോറ് കൊലച്ചോറാകും പറഞ്ഞേക്കാം. എന്റെ ക്രീമുള്ള ഭഗവതികളെ കാത്തുള്ളണേ. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. ആംബുലൻസ് വിളിക്കേണ്ടി വരുമോ? പാവം, ബോള് ബാസ്കറ്റ് ചെയ്യും പോലെ എളുപ്പാന്ന് വിചാരിച്ചു കാണും. ബിഗ് ബോസിന്റെ വിന്നറായ അനുമോൾക്ക് തോൽവി എന്ന് പറയുന്ന വാക്കറിയില്ല. അത് വേലായതായിട്ട് സൂചിച്ചടാ. അനുമോളിന്റെ ഫാൻസ് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ഒരു തോൽവി ഒരിക്കലും പറ്റില്ല കേട്ടോ. ഇവിടെ ആരും അവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവന്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പണ്ടെങ്ങാണ്ടോ ചക്ക വീണപ്പോ ഒരു മുയല് ചത്തെന്ന് വെച്ച് എന്നും ചക്ക വീണാ മുയല് ചാകുവോ സ്വാമി? ചാകാൻ വിധിയുള്ള മുയലാണെങ്കിൽ ഇപ്പോഴും ചാവും സാർ. ശിവനേ, നാലാമത്തതിലേക്ക് കടന്നിരിക്കുന്നു അനുമോൾ. எப்ப வந்தன்றது முக்கியம் இல்லடா, புல்லட் எப்படி இறங்குதுன்றதுதான் முக்கியம். நம்ம எல்லாரும் பிளான் ஏ பிளான் பின்னு 2 வச்சிருப்போம். ஆனா பெஞ்சமின் மட்டும் 3ஆவதா பிளான் சின்னு 1 வச்சிருப்பான். இது எதுவுமே அவன் ஆடும்போது நமக்கு தெரியாது, ആട്ടത്തെ മുടിക്കും പോതുന്നാ കയ്യിലെടുത്ത് വെച്ച് അമ്മാളമാടുകയാണ് അനുമോൾ. എലിയെ പേടിച്ച് ഞാൻ ഇല്ലം ചുടില്ല, പക്ഷേ ഒരു എലിയെ കൊല്ലാൻ ഇല്ലം ചുടണം എന്ന് വെച്ചാൽ ഞാൻ ചുടും. സംഭവം മത്സരാണ്. മാത്രല്ല ഗിഫ്റ്റ് ഉണ്ടെന്ന് കൂടി പറഞ്ഞപ്പോ അനുമോൾ പിന്നെ ഒന്നും നോക്കിയില്ല. നിന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ, ഒറ്റ വീണ്ടും കാട് കയറിയുന്നു. വിധി പോലും വിറച്ചുപോയി. മേക്കപ്പ് നോക്കിയില്ല. എന്ത് മേക്കപ്പ് പോടുന്നത്? അതാണ് അനുമോളുടെ ഒരു റേഞ്ച്. ഞാനൊരു സ്ഥലത്തിറങ്ങിയാൽ ആന കരിമ്പം കാട്ടി കയറുന്നത് പോലെയാ. ചവിട്ടി മെതിച്ച് മതിച്ച് ഇറങ്ങും കേട്ടോ. തോട്ടപ്പള്ളി സുരേന്ദ്ര നന്ദി കേട്ടവന്മാരെ, എല്ലാരും കൂടെ ശവത്തി കുത്താടാ. എനിക്ക് ശ്വാസം വിടാൻ കുറച്ച് സമയം എന്താടാ. വിട്ടുകൊടുക്കുന്ന ആളല്ല തിരുവനന്തപുരത്തിന്റെ സ്വന്തം അനുമോൾ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അനുമോള് 4ാമത്തത്
കഴിച്ച് പറഞ്ഞാൽ പകുതിയാക്കി വേണമെങ്കിൽ അതും കഴിഞ്ഞ് കഴിക്കുമായിരുന്നു. നിനക്ക് പ്രാന്താളാ പന്നി. നീ പകപോക്കാണല്ലേടാ. അരിമോളെ പോലെ ഗെയിം കളിക്കാൻ അറിയപ്പെടുത്ത ഒരു ടാസ്കിൽ പോലും വിജയിക്കാത്ത എന്റെ തൊട്ട് അരിയത്ത് കൊലുത്തിക്കാത്ത അവക്ക് ഞാൻ അപ്പൊ അവിടെ കൊടുക്കില്ല. ഇപ്പോ ഏതാவது சொல்லணுமா? சாரதா உன் கதையில நீ ஹீரோ, ஆனா என் கதையில நான் வில்லன்டா. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഇതിലൊരു കാര്യം നോക്കണേ, അതായത് ആളുടെ മേക്കപ്പ് ഒന്ന് എത്ര പൈസ എത്ര സമയം എടുത്തിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അതാണ് അനുമോൾ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? മത്സരം ഉണ്ടെങ്കിൽ അനുമോൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് ജയിക്കാം. സമ്മാനം കിട്ടുന്ന മാത്രമാണ് എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. സമ്മാനം തരാതെ ഞാൻ ഇവിടെ പോകില്ല. നിന്റെ ഓരോ കളികളെ താന്താ കിടക്കുന്ന ഒരു 10 മിനിറ്റ് മുമ്പല്ലേ തിരുവനന്തപുരത്തിന്റെ അഭിമാനം എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്. ഡയമണ്ട് മോതിരം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇത് ഞാനിടുന്നതല്ല കറക്റ്റ്. കൂടെ വാ. ഇത് കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട്, മിഥുൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതൊരു ഒന്നൊന്നര സംഭവം. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങള് 100 ദിവസം ഈ അനുമോളോട് മത്സരിച്ചിട്ടാണ് തോറ്റതെങ്കിൽ അതൊരു തോൽവിയല്ല, നിങ്ങളുടെ വിജയമാണ്. ഇവിടെ 100 സെക്കൻഡ് പിടിച്ചേക്കാൻ പറ്റിയിട്ടില്ല. അത് ജീവനുള്ള കാലം വരെ അവൻ എവിടെയായാലും രാജാവ് തന്നെ. എന്നോട് നண்பனா இருக்கிறதுக்கு எந்த தகுதியும் வேண்டாம், ஆனா எதிரியா இருக்கிறதுக்கு தகுதி வேணும். ഒന്ന് ആലോചിച്ച് നോക്ക്, കപ്പടിച്ചു, അതിനുശേഷവും മറ്റുള്ളവരുടെ വായിലും നമ്മൾ കാണുന്നതിലും എല്ലായിടത്തും അനുമോള് തന്നെയാണ് തീർച്ചയായിട്ടും മെയിനായിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും എന്നെ മതി. എന്താ കാര്യം? അനുമോൾ തുട്ടല്ലേ, കാണാൻ ചേലല്ലേ, ഹൃദയം ജല്ലല്ലേ.